ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻസ്, അതായത് ഇന്ത്യക്കാരുടെ ചരിത്രത്തെ പറ്റിയാണ്. ആരാണ് ഇന്ത്യക്കാർ? എന്നു മുതലാണ് ഇവിടെ ഇന്ത്യക്കാർ ഉണ്ടായത്? ശരിക്കും നമ്മൾ ഈ കാണുന്ന ഇന്ത്യ തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ചോദ്യങ്ങളാണ്. ഇതിനൊക്കെയുള്ള ഉത്തരം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലോകത്തെല്ലായിടത്തും മനുഷ്യരെക്കുറിച്ച് ജനിതശാസ്ത്രം അഥവാ ജെനിസ്റ്റിക് ആണ് ഏറ്റവും പുതിയ വിവരം കൊണ്ടുവന്നത്. വളരെ പണ്ടുകാലത്ത് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് സാഹിത്യ ഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പരാമർശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാലം കുറേ മുന്നോട്ട് വന്നപ്പോഴാണ് പുതിയ ശാസ്ത്രമേഖലകൾ വന്നത്. അതിൽ ഒന്നാണ് ലിംഗ്വിസ്റ്റിക് അഥവാ ഭാഷാശാസ്ത്രം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വേറൊരു ശാസ്ത്രമേഖല വളർന്നു വന്നു, ആർക്കിയോളജി, പുരാവസ്തുശാസ്ത്രം. ചരിത്ര പഠനത്തിൽ അതൊരു വിപ്ലവം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ചരിത്ര പഠനത്തെ സഹായിക്കാൻ നിരവധി ശാസ്ത്രശാഖകളുടെ വരവായിരുന്നു. നരവംശാസ്ത്രം, പാലിയന്റോളജി, രസതന്ത്രം, ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം, കാലാവസ്ഥാശാസ്ത്രം, അങ്ങനെ ഒരുപാട്. എല്ലാ ശാസ്ത്രശാഖകളും ഒരു വിഷയത്തെപ്പറ്റി പഠിക്കുമ്പോൾ അവസാനം ഒരു നിഗമനത്തിലാണ് എത്തുന്നത്. ചരിത്രത്തെ കൂടുതൽ കൃത്യതയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ശാസ്ത്രമാണ് ജനിതകശാസ്ത്രം. ഇനി നമുക്ക് ആരാണ് ഇന്ത്യക്കാർ എന്ന് നോക്കാം. ഇന്ത്യക്കാർ ആരാണ് എന്ന് നോക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അറിയാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിലൂടെ നമ്മൾ നമ്മുടെ പൂർവികരെ തന്നെ അറിയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആന്ത്രപ്പോളജിസ്റ്റുകൾ പല ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ നമ്മുടെ പൂർവികരെ പറ്റി പഠിക്കുന്നുണ്ട്. മനുഷ്യൻ എന്ന ജീവിവർഗം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ ലോകമാകെ വ്യാപിച്ച ആദിമ മനുഷ്യരുടെ പിന്തുടർച്ചക്കാരനാണ് ഹോമിയോസാപ്പിയൻസ്. 70,000 വർഷത്തിനും 16,000 വർഷത്തിനും ഇടയ്ക്ക് ആഫ്രിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ് മനുഷ്യർ. അതല്ലാതെ ഒരു 9,000 വർഷങ്ങൾക്ക് മുൻപ് വെസ്റ്റ് ഏഷ്യയിൽ നിന്നും ആട്ടിടയന്മാർ കൂടി തമ്മിൽ കലർന്നിട്ടുള്ള ഹാരപ്പൻ അല്ലെങ്കിൽ സിന്ധു നദീ തട സംസ്കാരത്തിലെ ജനത. അതായത് ആഫ്രിക്കയിൽ നിന്നും ഈ ഹാരപ്പൻ അല്ലെങ്കിൽ സിന്ധു നദീ തട സംസ്കാരത്തിലെ ജനതയും എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ്, അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും വിവിധ തരത്തിലുള്ള കുടിയേറ്റക്കാരുടെ പിൻഗാമികളാണ്. അങ്ങനെയാണ് ഇന്ത്യക്കാരും കുടിയേറി പാർത്തവരാണ്. അങ്ങനെയാണ് ഇന്ത്യക്കാരുണ്ടായത്.